ഹലോ ഗൈസ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോസൊക്കെ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കർക്കിടക മാസമൊക്കെ അല്ലേ ഗൈസ്, അപ്പോൾ അമ്പലത്തിലൊക്കെ ഒരുപാട് വിശേഷങ്ങളൊക്കെ നടക്കുന്ന ഒരു മാസമാണ് കർക്കിടക മാസം. രാമായണ മാസമാണ്. അപ്പോൾ കർക്കിടക മാസമായിട്ട് നമുക്ക് അമ്പലത്തിലൊക്കെ കർക്കിടക കഞ്ഞിയും എല്ലാം കിട്ടുന്ന ഒരു ടൈമാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് പൊക്കുന്നി ശിവക്ഷേത്രമാണ് കേട്ടോ ഇത്, ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പൊക്കുന്നി ശിവക്ഷേത്രത്തെ പറ്റിയിട്ട്. നമുക്ക് നറുക്കെടുപ്പിലൂടെ കൃഷ്ണനും രാധയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ കൂട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയുമായിരിക്കും. അപ്പോൾ അങ്ങനൊരു ഭാഗ്യം കൂടി ഉണ്ടായി. അപ്പോൾ വീണ്ടും ഈ ഒരു അമ്പലത്തിലോട്ട് വരാനുള്ള ഭാഗ്യം ഉണ്ടായി കേട്ടോ ഗൈസ്. അപ്പോൾ അമ്പലം എപ്പോഴും നമുക്കൊരു എന്താ പറയുക, മനസ്സിന് നല്ലൊരു സന്തോഷവും സമാധാനവും ഒരു പീസ്ഫുൾ മൈൻഡ് നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ അമ്പലത്തിൽ ഇത് പുരാതനമായിട്ടുള്ളൊരു അമ്പലമാണ് കേട്ടോ, കുറേ പഴക്കം ചെന്ന അമ്പലമാണ്. ഇതിൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ ഉണ്ടല്ലോ, കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ പൊക്കുന്നി ശിവക്ഷേത്രത്തിൻ്റെ ആ ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. ചുറ്റും വെള്ളക്കെട്ടുകളാണ്, അവിടെയാണ് ശിവഭഗവാൻ ഉള്ളത്. പിന്നെ അതിനോട് ചേർന്നിട്ടൊരു ആൽമരം ഉണ്ട്. പിന്നെ നമുക്ക് കാണുന്നത് ഒരു ഇടവഴിയും അതിൻ്റെ ഓപ്പോസിറ്റിലായിട്ട് ഈ കാണുന്ന പാടങ്ങളുമാണ് കേട്ടോ. അങ്ങനെ ഈ പച്ച വിരിച്ച് നിൽക്കുന്ന പാടങ്ങളാണ്. അതിൻ്റെ ഇടവഴിയിലൂടെ തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ വഴിയിലൂടെ നമ്മൾ നടക്കുമ്പോൾ നല്ല തണുത്ത കാറ്റും അതിനോടൊപ്പം ഒരു ചാറ്റൽ മഴയും കൂടി ഉണ്ടെങ്കിൽ കിടുവല്ലേ ഗൈസ്, സൂപ്പറല്ലേ. അപ്പോൾ പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഒരു കാഴ്ച നമ്മുടെ മനസ്സിന് ഒരുപാട് കുളിര് തരുന്നതാണ്. മനസ്സിന് ഒരുപാട് നമുക്ക് ഒരു ഭയങ്കര പീസ്ഫുള്ളായിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഏരിയ ആണ് കേട്ടോ ഇത്. സൂപ്പറാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഈ ഒരു ഏരിയ, നല്ല രസമാണ് കേട്ടോ. തീർച്ചയായും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്ന് ഈ ഒരു ക്ഷേത്രം ഒന്ന് കാണണേ, സൂപ്പറാണ്. അപ്പോൾ ഇവിടെ നിന്ന് കഞ്ഞി കിട്ടിയിട്ടോ. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഒരു ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുക എന്ന് പറയുന്നത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ എനിക്ക് വീണ്ടും ആ ഒരു ഭാഗ്യം ഉണ്ടായി. നല്ല പച്ചരിയും അതുപോലെ തന്നെ ചെറുപയറും ഒക്കെ ഇട്ടിട്ടുള്ള കഞ്ഞിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഞ്ഞിക്ക്. പിന്നെ പടുവളങ്ങ കറിയായിരുന്നു, അതിനോടൊപ്പം ലഡ്ഡു ഉണ്ടായിരുന്നു, പിന്നെ ചുട്ട പപ്പടം ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നുമല്ല, ഇഞ്ചിയും നാരങ്ങയും കൂടി കറി വെച്ച ഒരു സ്പെഷ്യൽ കറിയായിരുന്നു കേട്ടോ ഗൈസ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഭക്ഷണം ഒരു നേരത്ത് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കേട്ടോ കണക്കാക്കുന്നത്. അപ്പോൾ കർക്കിടക മാസമൊക്കെ ആയിട്ട് അമ്പലങ്ങളിൽ ഇങ്ങനെ ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല രസമായിട്ടില്ലേ ഗൈസ്. നമ്മൾ ഈ ഒരു അമ്പലത്തിൻ്റെ വീഡിയോ ഇതിനു മുൻപും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ.